ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ബിഗ് ബോസിൻ്റെ ഡേ 1 മുതലുള്ള റിവ്യൂ ചെയ്യാനാട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ്. ഈവൻ തമിഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില സീസൺസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തെ ടി വിയിൽ വന്ന ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള എപ്പിസോഡിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനും ഒരു റിവ്യൂവും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ഇന്നലെ കുറേ ചെറിയ ചെറിയ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടത് നമ്മൾ പവർ ബാങ്കിൻ്റെ ഇഷ്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പവർ ബാങ്ക് കയ്യിലുണ്ടായിരുന്നത് ആര്യനും പിന്നെ വേറെ 2 പേർക്കുമാണ്, ബെന്നിക്കും ഷാനവാസിനും തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും കയ്യിലുള്ളത് ആര്യന് മാത്രമാണ്. ബെന്നിയുടെയും ഷാനവാസിൻ്റെയും പവർ ബാൻഡ് പോയി. അപ്പോൾ അതിപ്പോൾ ഉള്ളത് ഗസലയുടെ കയ്യിലും പിന്നെ നമ്മുടെ നൂറ ആതിര അവരുടെ കയ്യിലാട്ടോ. ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് പവർ ബാൻഡ്. അപ്പോൾ ഇപ്പോഴും അപ്പോൾ ആര്യൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് ആര്യൻ്റെ ആ ഒരു ഗെയിം സ്പിരിറ്റും ആ ഒരു ഇതാണ്, കോമ്പറ്റേറ്റീവ് മൈൻഡൊക്കെയാണ് കാണിക്കുന്നത്. കാരണം ആര്യൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനകത്ത് കാണിച്ചുള്ളത് ബിഗ് ബോസ് എല്ലാവർക്കും ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. നമ്മുടെ എന്താ പറയുക, ഒരു റൂള് വയലേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട്. അത് വേറൊന്നുമല്ല, മേക്കപ്പ് പ്രോഡക്ട്സ് പെർമിഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്തതിന് എല്ലാവർക്കും ലിവിങ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ചെറിയൊരു വാർണിംഗ് കൊടുത്തു. പിന്നെ നമ്മൾ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അപ്പോൾ എല്ലാവരോടും പറയും, ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ആളുടെ മുഖത്താണ് നമ്മൾ ഷേവിങ് ക്രീം പുരട്ടേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ടസ്റ്റൻസ് തെറ്റിദ്ധരിച്ചിട്ട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ഒരാളുടെ മേത്താണ് അവരെല്ലാവരും ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷിനാണ്. പക്ഷേ എന്താ പറയുക, ഇവർ കണ്ടസ്റ്റൻസ് നേരെ ഗെയിമിൻ്റെ ഇത് അറിയാത്തത് കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ അനീഷിന് അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് ജയിക്കാൻ പറ്റി. അങ്ങനെ അനീഷാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ ബിഗ് ബോസ് 7-ലെ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അനീഷ് നല്ലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡാണ്. കോമണർ ആണെങ്കിൽ പോലും അത്യാവശ്യം നന്നായ ഒരു ഗെയിം സ്പിരിറ്റും എല്ലാം ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയേണ്ടതായിരുന്നു, എനിക്ക് ഇതിൽ പേഴ്സണലി ആരുടെയും ഞാൻ ഫാനല്ല. എല്ലാവരെയും ഒരേപോലെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ്, നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് മറ്റുള്ള സീസൺസിലൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സീസണിൽ എനിക്ക് അങ്ങനെ ആരും തോന്നുന്നില്ല. എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെ തോന്നുന്നത്. പിന്നെ ഓരോ ദിവസം ഓരോ ഗെയിം കാണുന്നത് പോലെ ചിലപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് കാരണം തന്നെ ഞാൻ വോട്ട് ചെയ്യുന്നതും ഇന്നലത്തെ എൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ വോട്ട് ചെയ്തത്, എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക്. അപ്പോൾ ഇന്നത്തെ ഇത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആൾ മാറാം. അപ്പോൾ അത് ഓരോ ദിവസത്തെ ഗെയിം പോലെയാണ് എനിക്ക്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ വോട്ട് ചെയ്യുക. വോട്ടിംഗ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ മുതൽ. പിന്നെ നെക്സ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞപ്പോൾ അടുത്ത ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും രേണുസുധിയുടെ തലവേദനയെ കുറിച്ചിട്ടായി നെക്സ്റ്റ് ഡിസ്കഷൻ. തലവേദന ഫേക്കാണ്, റിയൽ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അഭിലാഷും അപ്പാനെ ശരത്തും കൂടെ രേണുസുധിനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യാനും ദേഷ്യപ്പെടുപ്പിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചു. രേണുസുധി സത്യമാണോ പറയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ രേണുസുധി കുറച്ചൊരു ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ തോന്നി. എന്നിട്ട് ഹൗസിലുള്ള 1-2 പേര് പോയി പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയും തലവേദന ഉണ്ടായിട്ടും ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. കാരണം നോർമലി ഭയങ്കര നല്ലൊരു തലവേദന ഉള്ള ഒരാൾ പോലും ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അനുമോളും വേറെ എനിക്കൊന്നും ശാരിക തോന്നുന്നു, വേറെ 1-2 പേരെ പോയി പറയുന്നുണ്ട് കൂളാവാനൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഷാനവാസും പറയുന്നുണ്ട്, എനിക്ക് ഹെഡേക്ക് വന്ന സമയത്ത് ക്യാപ്റ്റൻ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ. അപ്പോൾ അതിന് ക്യാപ്റ്റൻ അനീഷ് പറയുന്നുണ്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല തലവേദന ഉള്ള കാര്യം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചാണ് എന്നൊക്കെ അനീഷും എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ ഡിസ്കഷൻ, എന്താ പറയുക, കുറച്ച് ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഷാനവാസും അനീഷും തമ്മിൽ. എന്താ പറയുക, ക്യാപ്റ്റൻ ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ട് മെഡിക്കൽ എമർജൻസി വേണം, രേണുവിന് ഭയങ്കര ഹെഡേക്ക് ആണെന്നൊക്കെ. അപ്പോൾ അതും അറിയില്ല, എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ രേണു റിയൽ ആയിരിക്കാം, ഭയങ്കര ഹെഡേക്ക് ആയിരിക്കാം.
അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ്റെ മേലായിരിക്കാം, അറിയില്ല. ഇനിയിപ്പോൾ അവരുടെ ഫസ്റ്റ് ഡേ തന്നെ എന്തെങ്കിലും സ്ട്രാറ്റജിയാണോ അതും അറിയില്ല. എനിക്ക് തോന്നുന്നു റിയൽ ആവാനായിരിക്കും മേ ബി ചാൻസ് കൂടുതൽ. പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് ബിഗ് ബോസ് തീരുന്ന ആ ഒരു ടൈമിൽ വരുന്നത് ഒബ്വിയസ്ലി സാധാ പോലെ വീക്കെൻഡ് നോമിനേഷനാണ്. അപ്പോൾ നോമിനേഷനിൽ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന അനീഷ് ക്യാപ്റ്റൻ ആയത് കാരണം മാത്രമാണ് ഇത്തവണ രക്ഷപ്പെട്ടത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ അനീഷിന് ഭയങ്കര വോട്ട് കിട്ടിയാൻ ഇത്തവണ. കാരണം അത്യാവശ്യം കുറച്ചൊരു ഇൻവോൾവ്മെൻ്റ് ആയത് കാരണം എല്ലാവരും അനീഷിനെ മേ ബി ഫസ്റ്റ് വീക്ക് തന്നെ വോട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അനീഷിന് ഇല്ലാത്തത് കാരണം വോട്ട് കുറേയൊക്കെ സ്പ്ലിറ്റായി. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് ശൈത്യയ്ക്കാണ് 8 വോട്ടും. പിന്നെ മുൻഷി രഞ്ജിത്തിനാണ് 5 വോട്ടും ഏറ്റവും കൂടുതൽ ഈ ആഴ്ച കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഉള്ളൊരു റീസൺ ശൈത്യയും രഞ്ജിത്തും ഇൻവോൾവ്ഡ് അല്ല, അവർ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കുറേ റീസൺസാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനകത്ത് നോമിനേറ്റ് ആവാത്ത 1-2 പേരുണ്ട്. അവരും എനിക്ക് അത്രയും വലിയ ഒരു ഇൻവോൾവ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മേ ബി ഫസ്റ്റ് വീക്ക് ആയത് കാരണമായിരിക്കാം എന്താ പറയുക, ഇവരെ കൂടുതലും ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത എന്താ പറയുക, ഇൻവോൾവ്ഡ് ആവാത്ത ആൾക്കാരും ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അവർ നിങ്ങൾ വോട്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡേ 1 എൻ്റെ റിവ്യൂ. അപ്പോൾ ഡേ 2 നമുക്ക് നാളെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.